ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാട് നിന്ന് അല്പം മാറി പെരിങ്ങാലയ്ക്കടുത്ത് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം 200 മീറ്റർ മാത്രം അകലെയായി 4,150 സെൻറ്റ് സ്ഥലവും 2000 സ്ക്വയർ ഫീറ്റുള്ള 5 ബെഡ്റൂം 4 അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി വരുന്ന ഓണർ 68 ലക്ഷം രൂപ ചോദിക്കുന്ന ഒരു മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. ഇവിടെ വീടിൻ്റെ മറ്റുള്ള വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഇവിടെ നമുക്കിവിടെ ഗേറ്റ് വരുന്നത് ഫോൾഡിങ്ങിലും സ്ലൈഡിങ്ങിലൊക്കെ തുറക്കാവുന്ന രീതിയിലുള്ള ഗേറ്റാണ് വരുന്നത്. കൂടാതെ നമുക്കിവിടെ ഗേറ്റിന് നൽകിയിരിക്കുന്ന സ്ക്വയർ ട്യൂബും അത് CNC കട്ടിങ്ങളൊക്കെ നൽകി നല്ല ഭംഗിയാക്കിയിരിക്കുന്നു. കൂടാതെ നമുക്കിവിടെ കാർ പോർച്ചിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത് രണ്ട് വണ്ടി ഈസിയായി വലിയൊരു വാഹനം ഈ സൈഡിലേക്ക് മാറ്റി നമുക്ക് ഇവിടെയും കൂടാതെ അവിടെയും വാഹനങ്ങൾ പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഇവിടെ കാർ പോർച്ചിനുള്ള സ്പേസ് നൽകിയിരിക്കുന്നത്. കൂടാതെ നമ്മുടെ ഒരു കാർ പോർച്ചിൻ്റെ ഏരിയ ഇവിടെ മുറ്റം ക്രമീകരിച്ചിരിക്കുന്നത് ബാംഗ്ലൂർ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസും ഒക്കെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ ജലലഭ്യതയ്ക്കായിട്ട് വരുന്നത് വറ്റാത്ത കിണറാണ്. കൂടാതെ KWD വാട്ടർ കണക്ഷനും നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിലുള്ള ഗാർഡൻ വർക്കുകളും നമുക്കിവിടെ ഡസ്റ്റർ വർക്കുകളും ഇവിടെ നൽകിയിരിക്കുന്നു. സിറ്റ് ഔട്ട് വരുന്നത് മീഡിയം വലുപ്പത്തിലുള്ള സിറ്റ് ഔട്ടാണ് വരുന്നത്. സിറ്റ് ഔട്ടിന് നൽകിയിരിക്കുന്നത് ഗ്രാനൈറ്റാണ്. കൂടാതെ നമുക്ക് ഡോറ് വരുന്നത് ഒറ്റപ്പാടിയിൽ തീർത്താൻ നല്ല മനോഹരമായ ഡോറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഡോറ് തുറന്ന് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നല്ല മീഡിയം വലുപ്പത്തിലുള്ള ഒരു ലിവിങ് സ്പേസാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ല മനോഹരമായ ഒരു TV യൂണിറ്റും ഇവിടെ നൽകിയിരിക്കുന്നു. കൂടാതെ TV യൂണിറ്റിൻ്റെ അടിയിൽ നല്ല സ്റ്റോറേജ് സ്പേസും നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. കൂടാതെ നമ്മൾ ഫാൾസീലും വർക്കുകളൊക്കെ നല്ല രീതിയിലുള്ള ഫാൾസീലും വർക്കുകളൊക്കെ ഇവിടെ നൽകിയിരിക്കുന്നു. നമ്മൾ നേരെ പ്രവേശിക്കുന്നത് നല്ലൊരു ഡൈനിങ് സ്പേസിലേക്കാണ്. 4-5 പേർക്ക് ഇരുന്ന് ഈസിയായി ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലുള്ള നല്ല ഒരു ഡൈനിങ് സ്പേസാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അത് ടൈലുകളൊക്കെ നല്ല ഭംഗിയായ ടൈലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ ഇവിടെ കബോർഡ് വർക്കുകളൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളൊക്കെ ഇവിടെ നൽകിയിരിക്കുന്നു. കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ല രീതിയിലുള്ളൊരു വാഷ് ബേസിൻ കൗണ്ടർ കൂടി നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെ കിച്ചൺ നല്ല വലിപ്പമുള്ള കിച്ചണാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ കിച്ചണിൻ്റെ കബോർഡ് വർക്കുകളൊക്കെ നല്ല ഡിസൈനിലുള്ള കബോർഡ് വർക്കുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമുക്കിവിടെ 3 ലെയറിലാണ് ഇവിടെ കബോർഡ് വർക്കുകൾ ഇവിടെ നൽകിയിരിക്കുന്നത്. നല്ല ഭംഗിയായ ഗ്ലോസി ഫിനിഷിങ്ങുള്ള നല്ല ഇതാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് സ്റ്റെപ്പിൻ്റെ അടിയിൽ നല്ല മൾട്ടിവുഡിനാൽ തീർത്ത നല്ല ഒരു ഇൻവെർട്ടറൊക്കെ വെക്കാനുള്ള പ്രൊവിഷൻ നല്ല ഭംഗിയാക്കി ഇവിടെ നൽകിയിരിക്കുന്നു. ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് നല്ല ഒരു ബെഡ്റൂമിലേക്കാണ്. ബെഡ്റൂം താഴെ 2 ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത്. എന്നാലും നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് താഴെ വരുന്നത്. കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളും ഇവിടെ നൽകിയിരിക്കുന്നു. കൂടാതെ നല്ല ഫാൾസിലും വർക്കുകളൊക്കെ ഈ ബെഡ്റൂമിന് ഭംഗിയാക്കി നൽകിയിരിക്കുന്നു. ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. നല്ല ഒരു മീഡിയം വലിപ്പത്തിലാണ് ബാത്റൂം ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി ഒരു വാഷ് ബേസിനും നൽകിയിരിക്കുന്നു. നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് താഴത്തെ നിലയിലുള്ള മറ്റൊരു ബെഡ്റൂമിലേക്കാണ്. ഈ ബെഡ്റൂമിൽ താഴെ 2 ബെഡ്റൂം ഉണ്ടെങ്കിൽ തന്നെ നല്ല വലിപ്പത്തിലാണ് ഈ ബെഡ്റൂം ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറി നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളും ഇവിടെ നൽകിയിരിക്കുന്നു. കൂടാതെ നമുക്ക് സൈഡിൽ നല്ല ഒരു ഡ്രസ്സിംഗ് ടേബിളോട് കൂടി ഇവിടെ നൽകിയിരിക്കുന്നു. നല്ല ഫാൾസിലും വർക്കുകളൊക്കെ നല്ല ഭംഗിയാക്കി ഇവിടെ നൽകിയിരിക്കുന്നു. ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. ഈ ബാത്റൂമും മീഡിയം വലുപ്പമുള്ള ബാത്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഫിറ്റിങ്സൊക്കെ സെറയുടെ ഫിറ്റിങ്സാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ ഒരു വാഷ് ബേസിൻ കൂടി സെറയുടെ നൽകിയിരിക്കുന്നു. ഇവിടെ മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ നൽകിയിരിക്കുന്നത് ഹാളിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ നൽകിയിരിക്കുന്നത്. സ്റ്റെപ്പുകൾക്ക് നൽകിയിരിക്കുന്നത് ഗ്രാനൈറ്റും ടൈലുമാണ്. ബോർഡർ ടൈലുകളൊക്കെ നൽകി. കൂടാതെ നമുക്ക് നമ്മുടെ വെളിച്ചം കിട്ടുന്നതിനായിട്ട് 4-5 പറവോളകൾ ഇങ്ങനെ നല്ല ഡിസൈനിൽ നല്ല ഗ്ലാസ്സുകളൊക്കെ നൽകി നല്ല ഭംഗിയാക്കി നൽകിയിരിക്കുന്നു. കൂടാതെ മുകളിൽ നല്ല ഫാൾസിലും വർക്കുകളൊക്കെ ഈ അപ്പർ ലിവിങ്ങിലേക്ക് പോകുന്ന ഏരിയയിൽ നല്ല ഭംഗിയാക്കി നൽകിയിരിക്കുന്നു. ഈ സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലെത്തുമ്പോൾ നല്ല അപ്പർ ലിവിങ് ഏരിയയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഓഫീസൊക്കെ സെറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള നല്ല അപ്പർ ലിവിങ് ഏരിയ നൽകിയിരിക്കുന്നു. കൂടാതെ നമുക്ക് നല്ല ഫാൾസിലും വർക്കുകളൊക്കെ അപ്പർ ലിവിങ് ഏരിയയിലും നൽകി ഈ അപ്പർ ലിവിങ് ഏരിയ നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് മുകളിലെ നിലയിലുള്ള ഒരു ബെഡ്റൂമിലേക്കാണ്. മുകളിൽ തന്നെ നമുക്ക് 3 ബെഡ്റൂമാണ് വരുന്നത്. ഈ ബെഡ്റൂം 3 ബെഡ്റൂം ഉണ്ടെങ്കിലും നല്ല വലിപ്പത്തിലാണ്. 2000 സ്ക്വയർ ഫീറ്റുള്ള വീടുകളായതുകൊണ്ട് തന്നെ നല്ല വലിപ്പത്തിലാണ് ബെഡ്റൂമൊക്കെ നൽകിയിരിക്കുന്നത്. കൂടാതെ നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളും
നമുക്കിവിടെ ലഭ്യമായിട്ടുണ്ട്. കൂടാതെ നല്ല ഫാൾസിലും വർക്കുകളൊക്കെ ഈ ബെഡ്റൂമിലും നൽകിയിരിക്കുന്നു. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂമാണ് വരുന്നത്. ടൈലുകളൊക്കെ നോക്കിയാൽ അറിയാം, നല്ല ഭംഗിയുള്ള ടൈലുകളാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കിയ ഒരു വാഷ് ബേസിന് കൂടി ഇവിടെ നൽകിയിരിക്കുന്നു. ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് മുകളിൽ നിന്നുള്ള മറ്റൊരു ബെഡ്റൂമിലേക്കാണ്. ഈ ബെഡ്റൂം നല്ല വലിപ്പത്തിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ല വാൾ ഡ്രോപ്സുകളൊക്കെ ഇവിടെയും നൽകിയിരിക്കുന്നു. കൂടാതെ നമുക്ക് മുകളിൽ നല്ല ഫാൾസിലും വർക്കുകളൊക്കെ ഇവിടെയും നൽകിയിരിക്കുന്നു. ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. ബാത്റൂമിന് നല്ല കളർ കോമ്പിനേഷനുള്ള ടൈലുകളൊക്കെയാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്കൊരു ചെറിയ വാഷ് ബേസിൻ കൗണ്ടർ കൂടി ഇവിടെ നൽകിയിരിക്കുന്നു. മുകളിലെ നിലയിലെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഈ ബെഡ്റൂമും നല്ല ലെങ്ത്തിലും വിഡ്ത്തിലൊക്കെയാണ് ഈ ബെഡ്റൂം നൽകിയിരിക്കുന്നത്. ഇതിന് അറ്റാച്ച്ഡ് ബാത്റൂമായിട്ടല്ല നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് ഫാൾസിലും വർക്കുകളും ഈ ബെഡ്റൂമിലും നൽകിയിരിക്കുന്നു. ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ചെറിയൊരു യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. ഇവിടെ വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാനുള്ള പ്രൊവിഷൻ ഇവിടെയാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. കൂടാതെ മുകളിലേക്കുള്ള സ്റ്റെപ്പുകളും നമുക്ക് ഇവിടെ നിന്ന് നൽകിയിരിക്കുന്നു. ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് നല്ലൊരു ബാൽക്കണി സ്പേസിലേക്കാണ്. ബാൽക്കണിക്ക് ഇവിടെ വേറൊരു പ്രത്യേകത, ഇവിടെ ഇരിക്കാനുള്ള സ്പേസൊക്കെ നൽകി നല്ല ഭംഗിയാക്കിയാണ് ബാൽക്കണി ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് സ്റ്റീലുകളൊക്കെയാണ് ഇതായിട്ട് നൽകിയിരിക്കുന്നത്. പെരിങ്ങാലിക്കടുത്ത് 4 സെൻറ്റ് സ്ഥലവും 5 ബെഡ്റൂമുള്ള 4 ബാത്റൂമുള്ള 2000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 68 ലക്ഷം രൂപയാണ്. വില തികച്ചും നെഗോഷ്യബിളാണ്. കൂടാതെ ഈ പ്രോപ്പർട്ടിക്ക് നിങ്ങൾക്ക് ഏത് ബാങ്കിൻ്റെ ലോൺ വേണമെങ്കിലും നമ്മൾ തന്നെ അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്.